സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. സക്കേവൂസിന്റെ ഉപമയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്, അല്ലേ? സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കണ്ടത്. എന്താണ് നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നത്? അവനെ കാണണമെന്നൊരു ആഗ്രഹം നിന്റെ മനസ്സിൽ ജനിച്ചാൽ അന്ന് അവൻ നിന്റെ വീട്ടിലെത്തും. അവനെ കാണണമെന്നൊരു ആഗ്രഹം നിന്റെ മനസ്സിൽ ഉദിച്ചാൽ, അതിനുവേണ്ടി നീ ആഗ്രഹിക്കുകയാണ് തീവ്രമായി. എന്ത് ചെയ്താൽ എൻ്റെ വീട്ടിൽ, എൻ്റെ അടുത്ത് അവൻ വരും? ഓടിക്കയറാം നമുക്ക് ഈ മരത്തിലേക്ക്, തീവ്രമായ ആഗ്രഹത്തോടെ. അങ്ങനെ അവൻ നമ്മുടെ വീട്ടിലെ അതിഥിയായിരിക്കട്ടെ. അവൻ നമ്മുടെ കൂടെ നിന്നാൽ നമുക്ക് ചെയ്യാനാവാത്തത് പലതും നമ്മെ കൊണ്ട് അവൻ ചെയ്യിക്കും. അവൻ്റെ സാന്നിധ്യം അവനെപ്പോലെ തന്നെയാണ്. അസാധ്യ കാര്യങ്ങൾ നമ്മെ കൊണ്ട് അവൻ സാധ്യമാക്കും. അതുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.